സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അങ്ങനെ പരതി ഇൻസ്റ്റാഗ്രാമിന്റെ മറ്റൊരു ശപിക്കപ്പെട്ട ഇടത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടുത്തെ നായകന്റെ പേര് പ്രിൻസ്ലി. അതായത് പേരിൽ മാത്രമേ ഉള്ളൂ ഈ പ്രിൻസ്ലി ഒക്കെ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെരുപ്പെടുത്ത് അടിക്കാൻ തോന്നും. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നല്ലതായിട്ട് പിടയ്ക്കുന്ന കണ്ടിട്ടുള്ള ഒന്ന് ഫ്രഷ് മത്തി, രണ്ട് എവൻ. ഈ വീഡിയോയിൽ പൂത്തിരി ഏതാണെന്ന് അറിയുമോ? അല്ല, ഇത് കത്തിക്കഴിഞ്ഞാൽ തെറിക്കത്തില്ല. ഇത് പക്ഷെ ഇവിടുന്നേ തെറിക്കാൻ തുടങ്ങിയതാ. ഇതുവരെ തെറുപ്പ് തീർന്നിട്ടില്ല. എക്സ്പ്രഷന്റെ മറ്റേതാ ഇവന്. എന്താടാ അവന്റെ നോട്ടം കണ്ടോ? ഇപ്പൊ കണ്ടോണേ അവന്റെ നോട്ടം കണ്ടോണേ. ഈ വീഡിയോയിൽ ഇപ്പൊ ഇവൻ എന്നെ അല്ല നോക്കുന്നത്, എന്റെ ആത്മാവിനെയാ നോക്കുന്നത്. 5 വയസ്സുള്ള പിള്ളേരെ ഷൂ ഇട്ടുണ്ട് 3 വയസ്സുള്ള പിള്ളേരെ കാണിക്കുന്ന പരിപാടി കാണിക്കും. 2020 കഴിഞ്ഞപ്പോഴത്തേക്കിന് കൊറോണ വരെ മാറി, പക്ഷെ ഇവൻ ഇതുവരെ മാറിയിട്ടില്ല. 2019 ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നത് കാണുന്നത്. മകനെ, നല്ല കാര്യമാണ് നീ ചെയ്യുന്നത്. അവൻ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുക സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. പക്ഷെ ആകപ്പാടെ ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവന്റെ ഈ കോപ്രായങ്ങളാണ്. ഞാൻ ക്ഷീണിച്ച് അവന്റെ കോപ്രായ 2 ചെയ്യുമ്പോഴത്തേക്കിന് നിനക്ക് സമാധാനത്തെ പറഞ്ഞ തിരിഞ്ഞു പറയരുതോടെ. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. ഇവൻ എങ്ങനെയായിരിക്കും സാധാരണ ജീവിതത്തിൽ എന്ത് നമ്മൾ ചോദിച്ചാൽ ഈ പാട്ടിലെ സ്റ്റെപ്പാന്ന് തോന്നുന്നു പുള്ളി ഡാൻസർ. കൊച്ചു കള്ളന്റെ തൊലിപ്പ് കണ്ടില്ലയോ? शादी तो तुमसे ही करेंगे मेरी जान, चाहे जान लेनी पड़े, चाहे जान लेनी पड़े. तेरी मेरी चाहत का बरस रहा. അഭിനയിച്ചു, നല്ലപോലെ അഭിനയിച്ചു. അല്ല, ശരിക്കും നല്ലപോലെ അഭിനയിച്ചു. ആ ബൈക്ക് ഈ മൊണ്ണ ഇതെന്തോ കാണിക്കുക? ആ നമ്പർ പ്ലേറ്റ് ഇല്ലേ, GTA ടൈറ്റിൽ പോലത്തെ നമ്പർ പ്ലേറ്റ്, അതുകൊണ്ട് നീ കേരളത്തിൽ വാ. MVD നിന്റെ അണ്ണാക്കി കൂടെ നമ്പർ പ്ലേറ്റ് കുത്തി ഇറക്കി തോന്നിയെടുത്തൂടെ തിരിച്ചെടുക്കും. അപ്പൊ നിനക്ക് ഏതായാലും ഈ ഫ്രഷ് മത്തി പടക്കുന്ന പോലെ കിടന്ന് പിടയ്ക്കാം. എന്നാലും ഒരു കാര്യം നോക്കണം, ഇവൻ ഈ വീഡിയോയിൽ എന്തോ ശരിക്കും ഈ പറയുന്നതെന്ന് നോക്കാം. ഇവന്റെ മോട്ടിവേഷൻ എന്തോത്തില്ല. ആ, കല്യാണം നിന്നെ തന്നെ കഴിക്കും എന്റെ കരളെ. ജീവൻ എടുക്കേണ്ടി വന്നാലും ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. നല്ല പോലെ അഭിനയിച്ച ആ ബൈക്ക്. നീ എന്തോ കാണിക്കോ മൊണ്ണേ? വണ്ണന്റെ മോട്ടിവേഷൻ ഇതൊക്കെയോ. ജീവൻ എടുക്കേണ്ടി വന്നാലും ജീവൻ അത് കൊടുക്കേണ്ടി വന്നാലും നിന്നെ തന്നെ കല്യാണം കഴിക്കൂ. അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലായി? വിവരക്കേട് ചെയ്യുക മാത്രമല്ല പറയുകയും ചെയ്യാറുണ്ട് ഇവൻ. ശുഭദിനം. ഓ, ഇനി റോഡിലിരുന്നോണ്ടാ. അണ്ണ, ആ വണ്ടി ഓടിക്കുന്ന അണ്ണ ഒന്ന് റിവേഴ്സ് എടുത്ത് ഇച്ചിരി ലെഫ്റ്റിലോട്ട് കയറ്റാവോ പ്ലീസ്? കൊള്ളാം. എനിക്ക് തോന്നുന്നേ ഇങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി ചെറുപ്പത്തിൽ നമ്മളെ കൊണ്ടുപോയി വാക്സിൻ എടുപ്പിച്ചേ. ഈ സാധനത്തിന് വല്ല കൂട്ടിലിട്ട് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ വിദേശികളും വരും കാണാൻ. इसके भाव बढ़ जाए उसे छोड़ दो, चाहे वो दोस्त हो या फिर पापा की. ഇതാണല്ലേ എല്ലാ ചപ്രികളുടെയും പേഴ്സിലിരിക്കുന്ന ഫോട്ടോയിലെ ആ മൊണ്ണ. ഇങ്ങനെ ഒരു മനുഷ്യനൊരു അസുഖമായിട്ട് വരുമോ? അവന്റെ ഭയം കണ്ടോ? വീഡിയോ ഡേ ബൈ ഡേ. ഒരു ദിവസം പോലും സമാധാനം തരത്തില്ല. അവൻ ചാവുന്ന വരെ എല്ലാരും കൊല്ലാക്കൊല ചെയ്യും. 1.3 മില്യൺ. ഇങ്ങനെ കടന്ന് പടക്കുന്ന ഒരു ഫ്രഷ് മത്തിയെ പോലെ ഒരുത്തന് വരെ ഉണ്ട് 1.3 മില്യൺ ഫോളോവേഴ്സ്. നമുക്കോ? എന്നെ കൂടെ ഫോളോ ചെയ്യുമോ പ്ലീസ്? ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. എല്ലാരും കൂടെ എന്നെ കൂടെ ഒന്ന് ഫോളോ ചെയ്യണം പ്ലീസ്. അവന്റെ ഹൃദയം അങ്ങ് എടുത്തങ്ങ് എല്ലാവർക്കും കൊടുക്കും. അവൻ പഠിക്കാൻ വിട്ടപ്പോ ഇത് ചെയ്തു, ബാഗ് എടുത്ത് എറിഞ്ഞു. അതാ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്. ആ ബൈക്കിൽ ഇനി ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ ഇവന് ഞാൻ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാം. അവന് ചേർന്ന ബെൽറ്റ് ഒക്കെ ഇട്ടേക്കുന്നത്. ഇങ്ങനെ കയ്യിലടിക്കാൻ നേരം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കയറി പിടിക്കുന്ന സ്കെയിലില്ലേ? 1 2 3 4 5 6 ഇത് അവനല്ലല്ലോ. ഡിങ്ക, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വീഡിയോ ഇടാല്ലെന്ന്. എന്താ ഇവന്മാര് കാണിക്കുന്നതെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് തരം ഡാൻസ് ആണിത്? എല്ലാവരും ഭയങ്കര അങ്ങ് ആത്മാർത്ഥതയോടെ ഡെഡിക്കേഷനോട് നിന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻജോയ്മെന്റ് ഭയങ്കര തന്നെ. എങ്ങനെ ഇത് ചിരിക്കാൻ നിന്ന്? ഇതെങ്ങനെടാ നീയൊക്കെ ഇത് ചിരിക്കാൻ നിന്ന് ചെയ്യുന്നേ? ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഐഫോൺ EMI കിടത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കിടന്ന് പെടയുന്നത്. നീ ആ താഴോട്ട് തുപ്പിയത് നേരെ മണ്ടക്കോട്ട് തുപ്പിയിരുന്നത് എല്ലാത്തിന്റെ മണ്ടക്ക് ഓരോ തുള്ളി വെച്ച് വീണ തന്നെ. അടിച്ച് ഓടിച്ച് സ്കൂളിൽ വീണ എല്ലാത്തിനും. എല്ലാ ഭാവിയിൽ ഇനി അച്ഛനും അമ്മയും ആവാൻ പോകുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ആവാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബെൽറ്റ് എടുത്ത് പ്രയോഗിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ടോ? ടാറ്റാ.